books read, but I never had books recited. ഇങ്ങനെ ഓതുന്ന കിതാബുണ്ടോ? വായിച്ച പുസ്തകങ്ങളൊക്കെ എനിക്കറിയാം. ഓതപ്പെടുന്ന ഇത് എന്തൊരു മനോഹരം. അദ്ദേഹം പറഞ്ഞു, എനിക്ക് നിങ്ങളോട് ഒറ്റ വിഷയത്തിൽ ആക്ഷേപമുണ്ട്. നിങ്ങൾ എന്തുകൊണ്ട് ഈ സംഭവം ഞങ്ങളോട് പറയാതെ മറച്ചു വെച്ചു? പറയാം, നിങ്ങൾ എന്തുകൊണ്ട്, ഞങ്ങൾ ക്രിസ്ത്യാനികൾ ക്രിസ്മസിന്റെ അന്ന് തെരുവിലൂടെ പോകുമ്പോ നിങ്ങൾ അവിടെ അറബുകൾ ഒരുപാടുണ്ട്, മൈഗ്രേറ്റ് പോയ അറബികൾ താമസിക്കുന്ന ഒരുപാട് ഫലസ്തീനികളും സിറിയക്കാരും ലബനാനികളും ഒക്കെ ഒരുപാട് കനേഡിയൊക്കെ ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്തു പോയ ആളുകളുണ്ട്. അവരൊക്കെ അദ്ദേഹം അവരുടെ അറബ് ആക്സന്റിൽ കളിയാക്കിയിട്ട് തന്നെ പറഞ്ഞു, ഞങ്ങളെ കാണുമ്പോൾ നിങ്ങൾ മാരി ക്രിസ്മസ്, ഹാവ് എ നൈസ് ഡേ എന്നൊക്കെ പുഞ്ചിരിച്ച് പറഞ്ഞല്ലേ, ഞങ്ങൾ തിരിച്ചു പോകും, നിങ്ങൾ പറയും കാഫിർ, സാനിയ, മുശ്രിക് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞല്ലേ, ഞങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങൾ ഖുർആൻ മനസ്സിലാക്കി തന്നില്ല? എന്തുകൊണ്ട് നിങ്ങൾ ഈ മറച്ചു വെച്ചു ഈ ഖുർആൻ? അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്കത് വിഷയമല്ല എന്ന് പറയാം, പക്ഷെ വി ഡു, ഞങ്ങൾക്കത് പ്രശ്നമാണ്. നിങ്ങൾക്ക് വിചാരിക്കും എന്തിനാ ഈ ഖുർആൻ പറഞ്ഞു, ഞങ്ങൾക്കത് ആവശ്യമാണ്, എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞെന്നില്ല? യാ അല്ലാഹ്, കരഞ്ഞു പോകും. അദ്ദേഹത്തിന്റെ ഒരു 50 മിനിറ്റ്സിന്റെ ടോക്ക് ഉണ്ട് അദ്ദേഹം UK വെച്ച് നടത്തിയത്. നാളെ തന്നെ പറ്റുന്ന ഒരു അബൂ ഹഫ്സ മാലിക് ക്ലെയർ ഒരുപാടുണ്ടാവും, ഭയങ്കരനാണ്. അദ്ദേഹം പറയുന്ന കണ്ണില്ല എന്നേ ഉള്ളൂ, പക്ഷേ ഹിദായത്തിന്റെ നൂറ് കിട്ടണമെങ്കിൽ കണ്ണിന്റെ കാഴ്ചന്റെ ആവശ്യമില്ല. അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ഞാൻ ഖുർആൻ ഇങ്ങനെ ഓതിയപ്പോ ഞാൻ കണ്ടു, ഫഇന്നഹാ ലാ തഅമൽ അബ്സാർ വലാകിൻ തഅമൽ ഖുലൂബുല്ലതീ ഫിസ്സുദൂർ. അല്ലാഹു പറയാൻ, ഇറ്റ്സ് നോട്ട് ദ ഐസ് ദാറ്റ് ആർ ബ്ലൈൻഡഡ് ബട്ട് ദ ഹാർട്ട്സ് ദാറ്റ് ആർ ബ്ലൈൻഡഡ്. കണ്ണുകൾക്കല്ല അന്ധത വരുന്നത്, ഹൃദയത്തിനാണ് അന്ധത വരുന്നത്. അദ്ദേഹം പറഞ്ഞു, my mom was right. എന്റെ ഉമ്മ പറഞ്ഞു ശരിയായിരുന്നു. She never told me you're blind. She told me you just can't see. You lost your eyesight. കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല എന്നുള്ളൂ എന്ന് എന്റെ ഉമ്മ അന്നേ പറയാറുണ്ടായിരുന്നു. എന്റെ ഉമ്മക്ക് ഖുർആൻ അറിഞ്ഞിട്ടല്ല, പക്ഷേ ഉമ്മ പറഞ്ഞു സത്യമായിരുന്നു ഖുർആനിൽ. അത് ഉമ്മയും വല്യമ്മയും ഭയങ്കര സംഭവമാണ്. അദ്ദേഹം പറയും, ഉമ്മയും വല്യമ്മയും അദ്ദേഹം പറഞ്ഞു, എന്റെ ഉമ്മ ഭയങ്കരമാണ്. അദ്ദേഹം പറഞ്ഞൊരു അത്ഭുതം, ഞാൻ ജനിച്ചപ്പോൾ I was born without eyesight. അൽഹംദുലില്ലാ. ഒട്ടനെ പറയാനുണ്ട്, എനിക്ക് കണ്ണില്ലാതെ ഞാൻ ജനിച്ചത്. അൽഹംദുലില്ലാ. എന്റെ മുഅ്മിനെ, 2 കണ്ണും എല്ലാ അവയവങ്ങളും അല്ലാഹു തന്നിട്ട് നമുക്കത് പറയാൻ കഴിയാറുണ്ടോ? അൽഹംദുലില്ലാ. 2 കണ്ണുമില്ല, അൽഹംദുലില്ലാ. എന്റെ ഉമ്മ എന്നെ ഭയങ്കര ചീത്ത പറഞ്ഞു. My mom was always tough with me. ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു എന്റെ ഉമ്മ, വല്യമ്മയും ഭയങ്കര. അപ്പോ ഇയാൾ ചോദിച്ചു, നിങ്ങൾ എന്താ എന്നോട് ഇങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് പെരുമാറുന്നത്? എന്റെ ഉമ്മ പറഞ്ഞു, you born without eyesight, everything you do should be in a perfect manner. കണ്ണ് കാഴ്ചയില്ലാത്ത ആളാണ് നീ, അതുകൊണ്ട് നീ ചെയ്യുന്നതൊക്കെ നല്ല ഉഷാറായിട്ട് ചെയ്യണം. വല്യമ്മ ഒരു ഭയങ്കര വാക്ക് പറഞ്ഞു, if I am strict with you and you find the world is easy, you will be grateful. If I am strict with you and you see the world is difficult, you will be prepared. ഞാൻ നിന്നോട് കർക്കശമായി പെരുമാറുകയാണ്, പക്ഷെ നീ പോകുന്ന ലോകം വളരെ ഈസിയാണെങ്കിൽ നീ സന്തുഷ്ടനാണ്, നിനക്ക് നന്ദിയോടുകൂടെ ജീവിക്കാം. യു വിൽ ബി ഗ്രേറ്റ്ഫുൾ. നീ ഭയങ്കര നല്ല സൗഭാഗ്യം കിട്ടിയ ആളായിരിക്കും. നീ ഭയങ്കര ഉഷാറായിട്ട് പ്രയാസപ്പെട്ട് പഠിച്ചു, ചെന്ന് നോക്കുമ്പോ ജീവിതത്തിൽ പ്രയാസങ്ങളൊന്നുമില്ല. പക്ഷേ ഞാൻ നിന്നോട് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പെരുമാറാണ്, പക്ഷേ the world is difficult. ലോകത്ത് പിടിച്ചു നിൽക്കാനും പ്രയാസമുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ, യു വിൽ ബി പ്രിപ്പയർഡ്. ആ ലോകത്തേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള യോഗ്യത നിനക്ക് ഉണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ നിന്നെ കഷ്ടപ്പെടുത്തല്ല. ഒരുപാട് സംഭവങ്ങൾ പറയുന്നുണ്ട്. യാ അല്ലാഹ്, ഞാൻ മനസ്സിലാക്കാൻ ഒന്നും കേട്ടിട്ടല്ല, അല്ലാഹു ഏകനാണ് എന്ന് ഹിദായത്തിന്റെ വഴി കിട്ടാൻ യാ അല്ലാഹ് ആ മനുഷ്യൻ ചെയ്ത ത്യാഗം. എനിക്ക് ഇപ്പൊ മുസ്ലിം ആവണം. അദ്ദേഹം തന്റെ നാട്ടിലേക്ക് ടൊറോണ്ടോയിൽ തിരിച്ചുപോയി. അദ്ദേഹം ചെന്ന് തന്റെ ഉമ്മയോട് പറഞ്ഞു, ഗസ് മോം വാട്ട് ഐ ഡിഡ്. ഇംഗ്ലീഷുകാര് കുട്ടികളൊക്കെ അങ്ങനെ ചോദിച്ചാൽ എന്തോ ഒരു കുഴപ്പം ചെയ്യുമ്പോഴങ്ങനെ പറയാ, ഞാൻ എന്താ ചെയ്തതെന്ന് ഉമ്മ ഒന്ന് ആലോചിച്ച് നോക്കി പറയും, ഗസ് വാട്ട് ഐ ഡിഡ്. ഉമ്മ ചോദിച്ചു, ചോനെ കോർട്ടിക്ക് ഞാൻ എത്രയാണ് പൈസ കെട്ടേണ്ടത്, എന്ത് ദുൽമ ചെയ്തത് മോനെ? നോ, ഇറ്റ്സ് നോട്ട് ദാറ്റ്. What's her name? When did you get married? ഉമ്മ വിചാരിച്ചു കല്യാണം കഴിഞ്ഞതാണ്. അതുമല്ല ഉമ്മ, guess what I did. ആവേശത്തിൽ എയർപോർട്ടിൽ അദ്ദേഹം ലഗേജ് ഇങ്ങനെ ബെൽറ്റിൽ നിന്ന് ലഗേജ് എടുക്കാൻ നേരത്താ ഉമ്മ കൂട്ടാൻ വന്ന ആകെ ഒരു മോനേ ഉള്ളൂ, കണ്ണു കാണാത്ത ഈ മകൻ തന്നെ, വേറെ ആരുമില്ല. I'm a Muslim. ഞാനൊരു മുസ്ലിമാണ്. Calm down. മെല്ലെ പറയ്, സമാധാനിച്ചിരിക്ക്. I'm a Muslim now. ഞാനിപ്പോ മുസ്ലിമാണ്. ഉമ്മ പറഞ്ഞു, can we talk it back home? നമുക്ക് വരി പോയിട്ട് സംസാരിച്ചാ പോരെ? I want to talk it now. I'm a Muslim. Ya Allah. ഇവിടെ തന്നെ പറയണം. അവൾ പറഞ്ഞു, എനിക്ക് തോന്നി എന്റെ ഉമ്മങ്ങാൻ എന്നെ കൊല്ലുകയാണെങ്കിൽ
ഇപ്പൊ കൊന്നോട്ടെ, ഒരുപാട് ആൾക്കാരുടെ ചുറ്റും ലഗേജ് നോക്കി നടക്കുന്ന ആൾക്കാർ അതിന് സാക്ഷികളുണ്ടാവുമല്ലോ, ഞാൻ കൊല്ലപ്പെട്ടാൽ ഷഹാദത്തിന്റെ കൂലിയും കിട്ടും, ഞാൻ കൊല്ലപ്പെട്ടില്ല സാക്ഷികളുണ്ട്, ഞാൻ അതുകൊണ്ട് അവിടെ തന്നെ പറയാൻ തീരുമാനിച്ചു. ചുമ്മാ കുട്ടി കൊണ്ടുപോയി. യാ അല്ലാഹ് ഭയങ്കര രസമാണ്. യാ അല്ലാഹ് ഹിദായത്ത് കിട്ടണമെങ്കിൽ കണ്ണിന്റെ കാഴ്ചയൊന്നും ആവശ്യമില്ല. കുറെ യൂട്യൂബ് കണ്ടിട്ടൊന്നും വേണ്ട ഈമാൻ ഉണ്ടാവാൻ, ഹൃദയത്തിന്റെ നൂറുണ്ടായാൽ മതി. فإنها لا تعمى الأبصار ولكن تعمى القلوب التي في الصدور. ഹൃദയത്തിന്റെ ഉള്ളിലാണ് അന്ധത വരുന്നത്, ഖൽബിനാണ് അല്ലാഹു അന്ധത വെക്കുന്നത്. ഖൽബിനെ അല്ലാഹു സീൽ ചെയ്താൽ പിന്നെ കാണാൻ പറ്റൂല, അല്ലാഹുവിന്റെ നൂറാനിയത്ത് കാണാൻ പറ്റൂല. കണ്ണില്ലാത്തവർക്ക് എത്ര ഹിദായത്ത് കിട്ടി. അബ്ദുല്ലാഹിബ്നു മഹാനായ സ്വഹാബി, കണ്ണ് കാണാത്ത അബ്ദുല്ലാഹിബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു, എന്തൊരു ഈമാനുള്ള സ്വഹാബിയാണ്. മുഅദ്ദിനു റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ മുഅദ്ദിനല്ലേ. അല്ലാഹു തആല ഹിദായത്ത് കൊടുത്തിട്ടില്ല, കണ്ണിന് കാഴ്ചയില്ല, അതൊന്നും പ്രശ്നമല്ല. ബസീറത്താണ്. ബസാറത്ത് ഖോ ഗയി ലേകിൻ ബസീറത്തോ സലാമത്ത് ഹേ. കണ്ണിന്റെ കാഴ്ച പോയാലും കുഴപ്പമില്ല. അദൂ ഇലല്ലാഹി അലാ ബസീറ, അറബി രണ്ട് വാക്കാണ്. ബസാറത്ത് എന്ന് പറഞ്ഞാൽ ഐസൈറ്റ്, കണ്ണിന്റെ കാഴ്ചയാണ്. ബസീറത്ത് എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന്റെ കാഴ്ചയാണ്. ഇതാണ് വേണ്ടത്, ഇതാണ് നമുക്ക് ആവശ്യം. നമ്മുടെ ഇബാദത്തുകളെ കൊണ്ട് അല്ലാഹു നൽകുന്ന നൂർ അതാണ്. ഖൽബിന് പ്രകാശം കിട്ടണം. യാ അല്ലാഹ്, ഉലമാ പറയുന്നത് ദീനിന്റെ അഹ്കാമുകൾ അറിയുന്ന ഒരുപാട് ആളുകൾ ലോകത്ത് വരാനുണ്ട്. അല്ലാഹുവിന്റെ ഹുക്മുകളൊക്കെ അവർക്കറിയും, ഹലാലും ഹറാമും മസ്അല ഭയങ്കര ഫിഖ്ഹ് ഗംഭീരം. പക്ഷേ ജാഹിലും ബില്ലാഹ്, അല്ലാഹുവിനെ സംബന്ധിച്ച് അറിയൂല. ഫിഖ്ഹിന്റെ നിയമം ഹലാലും ഹറാമൊക്കെ ഭയങ്കരമായിട്ട് പറയും. ഇത് ഹറാം ഹദീസ്, ഇത് ഹലാൽ ഹദീസ്. പക്ഷേ അല്ലാഹു ആരാണെന്ന് മനസ്സിലായിട്ടില്ല. അങ്ങനത്തെ ആളുകളിൽ നിന്ന് അമലുകൾ ഉണ്ടാവുകയില്ല. സംസാരം ഉണ്ടാവുള്ളൂ, പ്രസംഗം ഉണ്ടാവുള്ളൂ, മസ്അല പറയാനേ കഴിയുള്ളൂ. അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള മഅരിഫത്ത് കിട്ടിയിട്ടുണ്ടാവില്ല. എന്തേ? ജാഹിലും ബില്ലാഹ്, അല്ലാഹു ആരാന്ന് മനസ്സിലാക്കിയിട്ടില്ല, അഹ്കാമുകളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. വമാ അക്സറ ഹൗലാ, ഇമാം ഗസാലി തങ്ങളൊക്കെ പറ, അങ്ങനത്തെ എത്ര ആൾക്കാരാണ് ഇന്നത്തെ കാലത്ത്. അഹ്കാമൊക്കെ ഭയങ്കര ഹുക്മൊക്കെ പറഞ്ഞ ഖുർആനിന്റെ ശൈലി നോക്കിയിട്ടില്ല. നമ്മളിപ്പോ എവിടെയെങ്കിലും ഒരു മസ്അല ഷർത്തും ഫർദും എണ്ണി പറഞ്ഞോ ഖുർആനിൽ എവിടെയെങ്കിലും? അത് പറയും ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കൊണ്ട് കിട്ടേണ്ടത് എന്താണ്? ഹൃദയത്തിന്റെ ശുദ്ധിയാണ്. ആ വിഷയമാണ് അല്ലാഹു ഇങ്ങനെ പറഞ്ഞത്. സ്കാരവും സക്കാത്തൊക്കെ പറയുന്നു, ഷർത്തും ഫർദൊക്കെ പഠിക്കണം കേട്ടോ, അതല്ല പഠിക്കണ്ടെന്നല്ല, അതൊക്കെ ശരിക്കും പഠിക്കണം. പക്ഷേ ആ ഷർത്തും ഫർദും മാത്രം നോക്കി നിൽക്കാൻ. നിസ്കാരം ഞാനിപ്പോ എന്തിനാ ചെയ്യണത്? ഞാൻ ആരെ മുമ്പിലാണ് ഈ നിൽക്കുന്നത്? ഞാൻ എന്താണ് ഈ പറയുന്നത്? ഞാൻ ആരോടാണ് ഈ പറയുന്നത്? ഇതൊന്നും നോക്കിയിട്ടില്ല, ഇതൊന്നും പഠിച്ചിട്ടില്ല. അങ്ങനത്തെ നിസ്കാരം കൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്ന ഫലം കിട്ടൂല. അള്ളാഹു ഹിസാബ് ചെയ്യുമ്പോ വിചാരം നിസ്കരിച്ചോ, ആ നിസ്കരിച്ചു, പക്ഷെ അതുകൊണ്ടുള്ള നൂറാനിയത്ത് കിട്ടിയോ? അത് കിട്ടിയിട്ടില്ല. അള്ളാഹു നമുക്ക് നൂറാനിയത്ത് നൽകുമാറാകട്ടെ. ഇൽമ് ഹൃദയം ഭയങ്കരമാണ്. അള്ളാഹു ഖൽബിലേക്കാണ് നോക്കുന്നത്. ഹൃദയം അത്ഭുതമാണ്. 7 ആഴ്ച ആകുമ്പോഴേക്കും ശരീരത്തിൽ വർക്ക് ചെയ്യാൻ തുടങ്ങുന്ന സാധനമാണ് ഹൃദയം. 4 അറകളാണ്, 4 ചേംബറുകൾ ഹൃദയത്തിനുണ്ട്. ഒന്ന് സങ്കോചിക്കുന്നത്, 2 വികസിക്കുകയാണ്. അള്ളാഹുവിന്റെ 2 വിശേഷണങ്ങളാണ്. പിടിച്ച് ചുരുക്കുന്നതും വികസിപ്പിക്കുന്നവനും അള്ളാഹുവാണ്. ആ ഹൃദയത്തിന്റെ ഹൃദയം വർക്ക് ചെയ്യാൻ തലച്ചോറിന്റെ വിവരം വേണ്ടാന്നാ. കൽബന്നെ വർക്ക് ചെയ്യും. നമ്മൾ മൂത്രമൊഴിക്കാൻ പോകണമെങ്കിൽ തലച്ചോറിന്ന് ഒരു വിവരം വരെയാണ്, ആ നിനക്ക് മൂത്രമൊഴിക്കാനായിട്ടുണ്ട് കേട്ടോ, ഇപ്പൊ പാന്റും ട്രൗസറൊക്കെ നനയും, അതുകൊണ്ട് പോയിക്കോ. അപ്പൊ നമ്മൾ പോവാണ്. ഭക്ഷണം കഴിക്കാൻ റെസ്റ്റോറന്റിലേക്ക് എന്താ പോകുന്നത്? തലച്ചോറ് പറഞ്ഞു നിനക്ക് വിശക്കുന്നുണ്ട് കേട്ടോ, അതുകൊണ്ട് ഭക്ഷണം കഴിച്ചോ, ഇല്ലെങ്കിൽ നീ തളർന്നു വീണു. അതുകൊണ്ട് ദാഹിക്കുന്നുണ്ട് കേട്ടോ, അതുകൊണ്ട് വെള്ളം കുടിച്ചോ. ഇതൊക്കെ തലച്ചോറ് പറഞ്ഞു. ഹൃദയത്തോട് നീ പമ്പ് ചെയ്യ് എന്ന് പറയാൻ അള്ളാഹു നൽകുന്ന ഒരു ഇൽഹാമല്ലാതെ ബ്രെയിനിന്റെ ഒരാവശ്യവുമില്ല. അതുകൊണ്ട് തലച്ചോറ് അങ്ങോട്ട് ഓഫാക്കി കിടത്തിയാലും രോഗിയുടെ ഹൃദയം വർക്ക് ചെയ്യും. ഹൃദയത്തിന്റെ മുഴുവൻ ഞരമ്പുകളും മുറിച്ചെടുത്ത് മാറ്റിയാലും ആ ഹൃദയത്തിന് പമ്പ് ചെയ്യാനുള്ള കഴിവുണ്ട്. നമുക്കൊരു ശ്വാസം ശ്വസിക്കണമെങ്കിൽ മിനിമം 4 പ്രാവശ്യം ഹൃദയം പമ്പ് ചെയ്യണം. എത്ര രക്ത പമ്പ് ചെയ്യുന്നത്? ഗാലൻ കണക്കിന്. ഒരൊറ്റ മിനിറ്റിൽ 1.5 ഗാലൻ രക്തം ശരീരത്തിൽ പമ്പ് ചെയ്തുകൊണ്ടിരിക്കും 1 മിനിറ്റിന്റെ ഉള്ളിൽ. അപ്പൊ 1 മണിക്കൂറിൽ എത്രയാണ്?
അങ്ങനെ എല്ലാ ശരീരഭാഗത്തേക്ക് ഹൃദയം ഇങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ആരും പറയണ്ട, ഹൃദയം ഒറ്റക്ക് വർക്ക് ചെയ്യും. ആരും പറയണ്ട, ഉറങ്ങിക്കിടന്നാലും ഹൃദയം വർക്ക് ചെയ്യാണ്. ഇതാണ് ഖൽബ്, അല്ലേ? 60,000 മൈൽസ്, 60,000 മൈല് നീളുണ്ട് നമ്മുടെ ശരീരത്തിൽ കിടക്കുന്ന ഓരോ ധമനികളും കൊണ്ട് നിർത്തിവെച്ചാൽ, രക്തം പോകേണ്ട ചെറിയ ചെറിയ കുഴലുകളൊക്കെ നിർത്തി വരിയാക്കി വെച്ചാൽ ഭൂമിയുടെ മൊത്തം ആക്സിസിന്റെ അത്ര ഉണ്ട്. 60,000 മൈല് ഒരു മനുഷ്യനെ ഹൃദയത്തിന്റെ പമ്പ് ചെയ്യുന്ന അതിന്റെ കനാലുകളുടെ നീളം 60,000 മൈലാണ്. നമ്മൾ ചിന്തിക്കാറുണ്ട്, ഇതൊക്കെ 70 കൊല്ലം വർക്ക് ചെയ്യുന്ന ഖൽബാണ്. അല്ലാഹു പറയുന്നു, ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, അവർക്ക് ഹൃദയങ്ങളുണ്ട് പക്ഷെ ചിന്തിക്കുന്നില്ല. തലച്ചോറുകൊണ്ട് അവർ ചിന്തിക്കുന്നുണ്ട് എന്നതിനർത്ഥം. തലച്ചോറ് കൊണ്ട് ചിന്തിക്കുന്നുണ്ട്, ഖൽബ് കൊണ്ട് ചിന്തിക്കുന്നില്ല. യാ അല്ലാഹ്, ഖൽബ് കൊണ്ട് ചിന്തിക്കുന്നത് മുഅ്മിനാണ്. ഹൃദയത്തിന്റെ ഉള്ളിൽ ബ്രെയിൻ കാണുന്ന, ബ്രെയിനിൽ തലച്ചോറിൽ കാണുന്ന അതുപോലത്തെ കോടിക്കണക്കിന് സെല്ലുകൾ ഹൃദയത്തിന്റെ ഉള്ളിലുണ്ടെന്ന് അടുത്ത കാലത്ത് ശാസ്ത്രകാരന്മാർ മനസ്സിലാക്കിയെടുക്കുന്നത്. ഹൃദയത്തിനും കമാൻഡ് കൊടുക്കാൻ കഴിയുന്നു. അല്ലാഹു മുമ്പേ ആയത്തിൽ നമുക്ക് പഠിപ്പിച്ചിരുന്നതാണ്. ഖുലൂബ് ഹൃദയത്തിലേക്കാണ്. ഖൽബ് കൊണ്ട് ചിന്തിക്കണില്ലേ, ഹൃദയം കൊണ്ട് മനസ്സിലാക്കണില്ലേ, തലച്ചോറ് കൊണ്ട് മനസ്സിലാക്കുന്നുണ്ട്, അത് പോരാ, നിന്റെ ഖൽബ് കൊണ്ട് നീ മനസ്സിലാക്കുന്നുണ്ടോ? അല്ലാഹുവിന്റെ നൂറാനിയത്ത് സ്വീകരിക്കുന്ന ഇടം ഇതാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത്തഖ്വാ ഹാഹുന, ഇവിടെയാണ് തഖ്വയുള്ളത്, ഇവിടെയാണ് തഖ്വയുള്ളത്. വഅശാറ ഇലാ സ്വദരി, അവിടുത്തെ നെഞ്ചിലേക്ക് തങ്ങൾ ചൂണ്ടി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംബന്ധിച്ച ഹദീസ്. യാ അല്ലാഹ്, അല്ലാഹു നൂറുസ് സമാവാതി വൽ അർള് മസലു നൂരിഹി കമിശ്കാത്തിൻ ഫീഹാ മിസ്ബാഹ് المصباح في زجاجة الزجاجة كأنها كوكب دري يوقد من شجرة مباركة زيتونة لا شرقية ولا غربية يكاد زيتها يضيء ولو لم تمسسه نار نور على نور يهدي الله لنوره من يشاء ويضرب الله الأمثال للناس والله بكل شيء عليم. മനുഷ്യന് അല്ലാഹു തആല ഹിക്മത്തുകൾ, തത്വജ്ഞാനങ്ങൾ നൽകിയില്ലെങ്കിൽ പോലും മനുഷ്യന്റെ പ്രകൃതത്തിൽ തന്നെ അല്ലാഹുവിനെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. അതാണ് യകാദു സൈതുഹാ യുദീ, ആ എണ്ണക്ക് തന്നെ ഒരു പ്രകാശമുണ്ട്. വലൗലം തംസസ്ഹു നാർ, അതിന്റെ പ്രകാശത്തിന്റെ ഒരു സോഴ്സ് അതിലേക്ക് ടച്ച് ചെയ്തിട്ടില്ലെങ്കിൽ തന്നെ അവിടെ നിന്ന് പ്രകാശമുണ്ട്. അതിനെ മനുഷ്യൻ മറച്ചുവെച്ചതാണ്. അതുകൊണ്ടാണ് കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, അല്ലാഹുവിനെ മനസ്സിലാക്കാനുള്ള പക്വതയിലാണ് എല്ലാ കുഞ്ഞുങ്ങളും ജനിക്കുന്നത്. ഫഅബവാഹു യുഹവ്വിദാനി, വാപ്പയാണ് അവനെ പിടിച്ച് യുക്തിവാദിയാക്കുന്നത്, വാപ്പയാണ് അവനെ ജൂതനാക്കിയത്. ഔ യുനസ്റാനിഹി, അവനെ ക്രിസ്ത്യാനിയാക്കിയത്. ഔ യുമജ്ജിസാനി, അവനെ മജൂസിയാക്കിയത്, തീ ആരാധകനാക്കിയത്. അല്ലെങ്കിൽ കള്ളിന്റെ ആരാധകനാക്കുന്നത്, വ്യഭിചാരത്തിന്റെ ആരാധകനാക്കുന്നത്, തോന്നിവാസത്തിന്റെ ആരാധകരാക്കുന്നത് അവന്റെ ചുറ്റുപാടുകളാണ്. ആ കുട്ടിയുടെ ജനിച്ച പ്രകൃതം അല്ലാഹുവിനെ മനസ്സിലാക്കേണ്ട രീതിയിലാണ് അല്ലാഹു കുട്ടിയെ ജനിപ്പിക്കുന്നത്. അപ്പോ അതിന്റെ കൂട്ടത്തിൽ മുഅ്മിനായ മനുഷ്യന് ദലീലുകൾ അല്ലാഹു തആല ഖുർആനിലൂടെ, പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളിലൂടെ അങ്ങനെ നൽകിയപ്പോ, നൂറുൻ അലാ നൂർ, പ്രകാശത്തിന് മേൽ പ്രകാശമായി ഭവിച്ചു. അത് മുഅ്മിനായ മനുഷ്യൻ അല്ലാഹുവിന്റെ നൂറിലാണ് ജീവിക്കുന്നത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നല്ലാഹ ഖലഖ ഖൽഖഹു ഫീ ദുൽമ, അല്ലാഹു അവന്റെ സൃഷ്ടികളെ പടച്ചത് ഇരുട്ടിലാണ്. ثم القى عليهم من نوره يومئذ, അങ്ങനെ അല്ലാഹു തആല അല്ലാഹുവിന്റെ ഹിദായത്തിന്റെ നൂറിൽ നിന്ന് അവർക്ക് പ്രകാശം കൊടുത്തതാണ്. ഫമൻ നസാബ മിൻ നൂരിഹി യൗമഇദ ഇഹ്തദാ, അല്ലാഹു പ്രകാശം കൊടുത്തവരെല്ലാം ഹിദായത്തിന്റെ ആളുകളായി. വമൻ അഖ്തഅ ضل, അന്ന് പ്രകാശം കിട്ടാതെ പോയവർ വഴിപിഴച്ചു. അതുകൊണ്ടാണ് ജഫൽ ഖലമു അലാ ഇൽമില്ലാഹ്, അല്ലാഹു തആല രേഖപ്പെടുത്തിയ പേനയുടെ മഷി ഉണങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അല്ലാഹുവിന്റെ നൂറ് ലഭിച്ചതാണ്. നോക്കണം, ഖൽബിലേക്ക് പ്രകാശം കിട്ടാൻ തത്വജ്ഞാനങ്ങളും ഹിക്മത്തുകളും വേണമെന്നിരിക്കാം. പക്ഷേ മനുഷ്യൻ തത്വജ്ഞാനങ്ങൾ പഠിച്ചാൽ പോലും യഹ്ദില്ലാഹു ലിനൂരിഹി മൻ യശാ, അവിടെ നമ്മൾ ചിന്തിക്കണം. തത്വജ്ഞാനങ്ങൾ ഉണ്ടായിട്ട്, ബുദ്ധി ഉണ്ടായിട്ട് അല്ലാഹുവിന്റെ ഹിദായത്ത് കിട്ടാതെ പോകുന്ന എത്ര ബുദ്ധിജീവികളുണ്ട് ലോകത്ത്, എത്ര സയന്റിസ്റ്റുകൾ, എത്ര പ്രഗത്ഭന്മാരായ പ്രൊഫസർമാർ, യൂണിവേഴ്സിറ്റി പ്രൊഫസർമാർ, ലെക്ചറർമാർ.
ഭയങ്കരന്മാരായ പ്രമാണിമാരായ വലിയ ലോയേഴ്സ്, ജഡ്ജിമാർ, എന്തെല്ലാം ഉണ്ട്. പത്രക്കാരുടെ പിന്നാലെ ഓടുകയാണ്, അവരുടെ നേരത്തെ ഒരു ടോക്ക് കൊടുക്കാൻ പിന്നാലെ ആളുകൾ ഓടി നടക്കാൻ. പക്ഷേ അള്ളാഹുവിന്റെ നൂറാനിയത്ത് മാത്രം കിട്ടിയിട്ടില്ല, കഴിഞ്ഞില്ലേ. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്കാണ് ഹിദായത്തിലേക്ക് പ്രകാശം കൊടുക്കുന്നത്. പക്ഷെ ആർക്കാ അള്ളാഹ് ഉദ്ദേശിക്കുക? അള്ളാഹുവിന്റെ നൂറാനിയത്ത് വേണമെന്ന് ആഗ്രഹിച്ച് നടന്ന ആളുകൾക്ക് അള്ളാഹു ഇത് കൊടുക്കും. അല്ലാഹുമ്മ ജഅൽനി നൂറാ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് പോകുമ്പോൾ ദുആ ചെയ്യും, അല്ലാഹു എനിക്ക് പ്രകാശം താ റബ്ബേ. വഅൻ യമീനി നൂറാ, എൻ്റെ വലതുഭാഗത്തും പ്രകാശം. വഅൻ യസാരി നൂറാ, എൻ്റെ ഇടതിലും പ്രകാശം. വമിൻ ബൈനി യദൈ, എൻ്റെ മുമ്പിലും പ്രകാശം. വമിൻ ഖൽഫി നൂറാ, എൻ്റെ പിറകിലും. വമിൻ തഹ്തി ഫൗഖ്, അല്ലാഹുവേ എനിക്ക് എല്ലായിടത്തും പ്രകാശം നൽകണം പടച്ചവനേ. നൂറാനി, മുഅ്മിനായ മനുഷ്യൻ വ്യക്തമായ ജീവിതത്തെ സംബന്ധിച്ചുള്ള ബോധത്തിലാണ്. നമ്മൾ ആലോചിക്കണം, ഇസ്ലാമല്ലാത്ത എല്ലാ ദീനും എന്താ? ആകെ ഇസ്ലാമേതര മതങ്ങൾ എന്ന് പറയുന്നത് എവിടെയാ? കല്യാണം കഴിക്കുമ്പോ ഏത് ആചാരത്തിലാണ്? മരണാനന്തര ക്രിയകൾ ഏത് ആചാരത്തിലാണ്? കുട്ടി ജനിച്ചാൽ എന്താണ്? ഇവിടെ തീർന്നു എല്ലാ മതങ്ങളുടെയും സമൂഹത്തോടുള്ള സംവദിക്കുന്നത് അല്ലെങ്കിൽ ഇടപെടുന്നത്. ദീൻ അതാണോ? നമുക്ക് എത്ര വ്യക്തമാണ്, എത്ര വ്യക്തമാണ്, എത്ര വ്യക്തമാണ്. അള്ളാഹുവിന്റെ നൂറാനിയത്ത്, ദീനിന്റെ ഇൽമ നമുക്ക് കാലാകാലങ്ങളിൽ നഷ്ടപ്പെടാതെ അള്ളാഹു ഇങ്ങോട്ട് കൊണ്ടുവരില്ല. ഖിയാമത്ത് നാൾ വരെ അള്ളാഹു ഇത് നിലനിർത്തും, അള്ളാഹുവിന്റെ ദീനിന്റെ ഇൽമുകൾ. പക്ഷേ അത് ഹൃദയശുദ്ധി വരുത്താനുള്ളതാണ്, തർക്കിച്ച് ജയിക്കാനുള്ളതല്ല, തർക്കത്തിനുള്ളതല്ല. മുഅ്മിനായ മനുഷ്യൻ ഈമാനിനെ, നൂറിനെ സ്വീകരിക്കേണ്ടത് അങ്ങനെയാണ്, ഖൽബിലേക്ക്. നമ്മൾ മദ്ഹബ് തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളില്ലേ? മദ്ഹബുകൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്താ ഭയങ്കര വ്യത്യാസങ്ങളില്ലേ? ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു നായ മുഖല്ലദായ നജസാണെന്നാ പറഞ്ഞു. നായ നനവോടുകൂടെ, തൊട്ടാളക്കോ നായക്കോ നനവുണ്ടെങ്കിൽ 7 പ്രാവശ്യം അതിലൊന്ന് ഡിറ്റർജന്റ് ഉപയോഗിച്ച്, മണ്ണ് ഉപയോഗിച്ച് കഴുകണം എന്നാ അല്ലേ? ഇമാമുന മാലിക് റളിയല്ലാഹു അൻഹു ത്വാഹിറാൻ, കുഴപ്പമില്ല, ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലല്ലോ. മാലിക്കി മദ്ഹബിൽ ഒറ്റ തസ്ലീമേ ഉള്ളൂ, തസ്ലീമത്തുൻ വാഹിദ. അസ്സലാമു അലൈക്കും ഒരു വട്ടേ പറയുള്ളൂ, രണ്ടാമത്തെ ഒരു സലാം വിട്ടൂല. ഹറമിലൊക്കെ പോകുമ്പോൾ മയ്യിത്ത് നിസ്കാരത്തിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒറ്റ സലാമേ കാണുന്നുള്ളൂ. മാലിക്കി മദ്ഹബിന്റെ അഭിപ്രായം അതാണ്. പക്ഷേ അള്ളാന്റെ ഹുക്മാണെന്ന രീതിയിൽ ഹദീസുകളിൽ വന്ന എല്ലാ അഹ്കാമിനെയും ഈ ദീനിന്റെ ഹുക്മുകളാണെന്ന് മനസ്സിലാക്കിയതിനെ റെസ്പെക്ട് ചെയ്യണം. മദ്ഹബ് അംഗീകരിക്കാതെ പോകുന്ന ആളുകളെ സംബന്ധിച്ചല്ലേ പറയുന്നത്. അവരെന്ന് ശരിക്കും ആഴത്തിൽ മനസ്സിലാക്കിയാൽ എന്താണ് മദ്ഹബിന്റെ ഇമാമിയങ്ങളെന്ന് മനസ്സിലാക്കിയാൽ അവരുടെ നിലപാടുകൾ പൊള്ളത്തരമാണെന്ന് അവർക്ക് മനസ്സിലാക്കാവുന്നത്. അത് പഠിക്കാത്തത് കൊണ്ടാണ്. ഹദീസ് ഖുർആൻ എന്നൊക്കെ പറയാൻ ഭയങ്കര സംഗതിയല്ലേ, എളുപ്പമാണ്, പറയാൻ എളുപ്പമാണ്. പക്ഷേ അങ്ങനെയല്ല. ഇമാമുന മാലിക് റളിയല്ലാഹു അൻഹു സ്വഹീഹായ ഹദീസ് കിട്ടിയാൽ മദീനക്കാരായ ആളുകൾ എങ്ങനെയാണോ ജീവിക്കുന്നത്, മദീനത്തെ ഉലമാഇന്റെ അഭിപ്രായം എന്താണോ അങ്ങനെ മാലിക് ഇമാം മദ്ഹബുകൾ, ബഹുമാനപ്പെട്ടവർ മദ്ഹബിന്റെ അഭിപ്രായമായിട്ട് പറയുള്ളൂ. മദീനക്കാർ ഒരു സലാമേ വിട്ടിട്ടുള്ളൂ, 2 സലാം വിട്ടിട്ടില്ല, അതിൽ ഹദീസുണ്ട്. ഇമാമുന സുഹ്രി റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കാൻ, അലമുൻ മിൻ അലാമിൽ ഉമ്മ, ഈ സമൂഹത്തിന്റെ ആലിമീങ്ങളിൽ വലിയൊരു ആലിമാണ് ഇമാമുന സുഹ്രി റളിയല്ലാഹു അൻഹു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ വന്നു, ആൾ വന്നിട്ട് വസല്ലമ തസ്ലീമത്തൈൻ, 2 സലാം വിട്ടി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുഹ്രി ഇമാം മാലികി മദ്ഹബുകാരനാണ്. ഇമാം ചോദിച്ചു, അല്ല നിങ്ങൾ എവിടുന്ന് 2 സലാം പറഞ്ഞു? ഹദീസ് ഉണ്ടല്ലോ, ഏതാണ് ആ ഹദീസ്? അത് ഹദീസ് സനദ് അടക്കണ പറഞ്ഞു കൊടുത്തു അല്ലേ? عن فلان وفلان عن ابن مسعود عن النبي صلى الله عليه وسلم. النبي صلى الله عليه وسلم سلم تسليمتين, അല്ലാഹുവിന്റെ റസൂൽ 2 സലാം വീട്ടി. ഒരു ഇമാം പറഞ്ഞു, ഈ ഹദീസ് ഞാൻ കേട്ടിട്ടില്ലല്ലോ, ഈ ഹദീസ് ഞാൻ കേട്ടിട്ടില്ലല്ലോ. അപ്പോൾ ഇയാൾ ചോദിച്ചു, അല്ല സുഹരി ഇമാം, നിങ്ങൾക്ക് എത്ര ഹദീസ് അറിയും? അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ് മുഴുവൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഖാല ലാ, ഇല്ല ഞാൻ പഠിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിന്റെ 3-ൽ 2 പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, അതുമില്ല. അഹത്ത ബിനിസ്ഫി, ഹദീസിന്റെ പകുതി മനസ്സിലാക്കിയിട്ടുണ്ട്. പകുതി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഹദീസുകൾ പകുതി നിങ്ങൾക്കറിയാമോ? ഖാല നഅം. അത് പറയണമെങ്കിൽ എത്ര ധൈര്യം വേണം? പകുതി എനിക്കറിയാം. എന്നാ നിങ്ങൾക്ക് അറിയാത്ത മറ്റേ പകുതി ഇല്ലേ, അത് ഈ ഹദീസ് നിങ്ങൾ വെച്ചേക്കി എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. വല്ലാഹിക സുഹരി, ഇമാമുന സുഹരി റളിയല്ലാഹു അൻഹു ചിരിച്ചുകൊണ്ട് സ്വീകരിച്ചു.
പ്രശ്നങ്ങൾ ഒച്ചപ്പാടുണ്ടാക്കി നടന്ന് മൻ ഇദ അറാദല്ലാഹു ബിഖൗമിൻ ഫിത്ന ശഗലഹും ബിൽ ജദലി അനിൽ അമൽ. ഒരു സമൂഹത്തിന് അല്ലാഹു ഫിത്ന വെച്ചാൽ ആ സമൂഹം തർക്കിച്ച് നശിക്കും. ഒരു അമലും ചെയ്യൂല, ഒരു അമലും ചെയ്യാതെ തർക്കിച്ചൊരു സമൂഹം നശിക്കുന്നത് അല്ലാഹു ഫിത്ന വെച്ചതിന്റെ അടയാളമാണെന്ന് മനസ്സിലാക്കണം. അല്ലാഹു തആല ഹിദായത്ത് നൽകുമാറാകട്ടെ. തിന്മയെ തിരുത്തി കൊടുക്കരുത് എന്നല്ല പറഞ്ഞത്. പക്ഷേ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ഏതൊരു സംവാദത്തിനും പോകുമ്പോൾ പറയും, അല്ലാഹുവേ പടച്ചവനെ, അല്ലാഹുവേ എന്റെ ഖസ്മ്, എന്റെ മറുപക്ഷക്കാരന്റെ കയ്യിലൂടെ ഹഖ്നെ നീ വെളിപ്പെടുത്തി തരണം പടച്ചവനെ. ഇത് ദുആ ചെയ്തിട്ട് പോകുന്ന മഹാനാണ് നമ്മുടെ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. അതാണ് വിനയം. ഇമാം പറയാ, ഒരു മനുഷ്യൻ സംവാദത്തിന് പോകുമ്പോൾ മുനാദറ മുജാദല വരും, സംവദിക്കേണ്ടി വരും. ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇലത്തിൽ ഹസന വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ. മുജാദല വേണ്ടി വരും, സംവാദം, ഡിബേറ്റുകൾ വേണ്ടി വരും. ഗസാലി ഇമാം പറയാണ്, പോകുമ്പോൾ നിന്റെ ഹൃദയത്തിനോട് ചോദിക്കണം, നീ നിന്നെ മാനിഫെസ്റ്റ് ചെയ്യാനോ, നീ നിന്നെ പ്രകടമാക്കി കാണിക്കാനോ പോണത്, അല്ലാഹുവിന്റെ ദീനിന്റെ ഹക്ക് മനസ്സിലാക്കി കൊടുക്കാനാണോ പോകുന്നത്? ഞാൻ തോൽക്കരുത് എന്നാണോ, അള്ളാന്റെ ദീന തോൽക്കരുത് എന്നാണോ നിന്റെ ചിന്ത? അത് നോക്കിയിട്ട് പോയാ മതി. ഒക്കെ നടക്കുന്ന പ്രശ്നങ്ങൾ അതല്ലേ. മഅരിഫത്ത് ദീന് കൊണ്ട് കിട്ടേണ്ടത് നൂറാണ്, പ്രകാശമാണ്. അത് നഷ്ടപ്പെടരുത്. ആ പ്രകാശം കിട്ടുന്ന സമൂഹത്തിലാണ് നല്ല അച്ചടക്കവും അദബും ഉണ്ടാകുക. അവരാണ് ഇഹ്തിറാം, ബഹുമാനിക്കുന്നവർ അവരാണ്. അവർ വമൻ യുഅദ്ദിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അല്ലാഹുവിന്റെ ദീനിനെ ബഹുമാനിക്കുന്നത് ഹൃദയത്തിന്റെ ഈമാനിന്റെ അടയാളമാണ്. ദീനിനെ ബഹുമാനിക്കണം എന്നാ പറഞ്ഞു. ബഹുമാനിക്കണം. യാ അല്ലാഹ്, ആ ബഹുമാനം ഹൃദയത്തിൽ കിട്ടണം. ബഹുമാനിക്കുന്ന എന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സദസ്സിലേക്ക് വരുമ്പോൾ തങ്ങൾ പറഞ്ഞെന്ത്, ഞാൻ സദസ്സിലേക്ക് വരുമ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കരുത്. കമാ തഫ്അലുൽ ആജിം, അനർബികൾ ചെയ്യുന്ന പോലെ നിങ്ങൾ അങ്ങനെ ചെയ്യരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംഭവം പറയാം. ചിലപ്പോൾ ഈ ഹദീസ് കേട്ടിട്ട് ചില ആൾക്കാർ ഒരു സദസ്സ് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അതിന്റെ ഇടക്ക് മനഃപൂർവ്വം അങ്ങനെ ഇരിക്കുന്ന ആൾക്കാരുണ്ടാവും. ഞാൻ ആ ഹദീസ് കേട്ടിട്ടുണ്ടല്ലോ, ഇവർക്കൊന്നും അറിയില്ല. ഏതാണ് ശരിയെന്ന് മനസ്സിലാക്കി തരാനാണ് ഞാൻ ഇത് ചർച്ച ചെയ്യുന്നത്. ഒരു സമൂഹം ഒന്നാകെ ദുആ ചെയ്ത് ആമീൻ എന്ന് അല്ലാഹുവിനോട് പറയുമ്പോൾ കയ്യും കെട്ടിരിക്കുന്ന ആൾക്കാരല്ലേ ഒരു നിക്കാഹിന്റെ സദസ്സിലോ? അങ്ങനെ ഇസ്ലാം എന്നുള്ള പുറത്തു പോകുമെന്ന് പേടിക്കണം. എന്ത് സാധുക്കളാണ് ഇവരാണ്, എന്ത് പാവങ്ങളാണ്. ഇൽമിന്റെ ഒരു അതിനാ ഇൽമ കിട്ടാത്ത സാധുക്കളല്ലേ. എന്താണ് ഇതൊക്കെ? ഞാൻ എന്റെ ആമീൻ കൊണ്ടതിന് ഉത്തരം കിട്ടിപ്പോണ്ട, അതുകൊണ്ട് ഞാൻ പറയണില്ല. ഒന്ന് ആലോചിച്ചൂടെ? പറയണത് ഹിദായത്തിനാണ് ഇത്. മരിച്ചുപോയി കബർക്കും ആഖിറത്തിലേക്കുള്ള വിഷയത്തിനാണ് ഇത്. ആമീൻ പറഞ്ഞ എന്താ കിട്ടാത്ത? അഹങ്കാരല്ലേ, കിബ്റെന്നല്ലേ മിനിമം പറയുന്നത്. അറഗൻസ് അല്പുണ്ടെങ്കിൽ അല്ലാഹു ദീനിന്റെ നൂറ് കൊടുക്കൂല. ഇൽമു കൊടുക്കും. ഇബ്ലീസിന് ഇൽമില്ലേ? ഭയങ്കര ഇൽമുള്ള ആളല്ലേ ഇബ്ലീസ്. അല്ലാഹു നൂറ് കൊടുക്കൂല. പ്രകാശം കിട്ടണം. അപ്പോ എഴുന്നേൽക്കണം, എഴുന്നേൽക്കാതിരിക്കണോ? എന്ത് ചെയ്യണം? സ്വഹാബത്ത് എന്താ മനസ്സിലാക്കിയത്? മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പാട്ട് പാടിയിട്ടുണ്ട്. ഖിയാമി ലിൽ അസീസി അലയ്യ ഫർളു വതർകുൽ ഫർളി മാ ലാ യസ്തഖീമു അജിബ്തു ലിമൻ ലഹു അഖ്ലുൻ വഫഹ്മു യറാ ഹാദൽ ജമാല വലാ യഖൂമു. ഖിയാമി ലിൽ അസീസ്, എന്റെ പ്രിയപ്പെട്ട ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്നത് അലയ്യ ഫർളു, എനിക്ക് ഫർളാണ് നബിയേ. വതർകുൽ ഫർളി മാ ലാ യസ്തഖീമു, ഫർള് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അജിബ്തു ലിമൻ, ഞാൻ അത്ഭുതപ്പെടുകയാണ്. ലഹു അഖ്ലുൻ വഫഹ്മു, ചിന്തിക്കാനുള്ള ചിന്താശേഷിയും ബുദ്ധിയും അല്ലാഹു നൽകിയിട്ട് യറാ ഹാദൽ ജമാല വലാ യഖൂമു, ഈ ഭംഗി കണ്ടിട്ട് എങ്ങനെ എഴുന്നേൽക്കാതിരിക്കാം? ഞാൻ എഴുന്നേൽക്കും നബിയെ. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു തങ്ങൾ എന്തേ ചിത്തറിഞ്ഞോ? ഇല്ല, അത് മദീന. യാ അല്ലാഹ്, ഒരു സമൂഹത്തിന്റെ ആദത്ത് അതാണെങ്കിൽ അങ്ങനെ ചെയ്യണം എന്നാണ്. മാലിക് ഇമാം മുഅത്ത എന്ന ഗ്രന്ഥമുണ്ടാക്കിയപ്പോ മൻസൂർ രാജാവ് പറഞ്ഞു, മാലിക് ഇമാം നിങ്ങളുടെ ഈ മുഅത്ത എന്ന ഹദീസിന്റെ ആദ്യത്തെ ഗ്രന്ഥമാണ്. ഫിഖ്ഹുണ്ട്, ഹദീസുണ്ട് അതിൽ. അതുകൊണ്ടാണ് ഫിഖ്ഹിന്റെ ഹദീസിന്റെ ഗ്രന്ഥത്തിൽ എണ്ണാത്തത്. പക്ഷേ അത് ഫിഖ്ഹും കൂടെ വന്നതാണ്. മൻസൂർ രാജാവ് പറഞ്ഞു, ഞങ്ങൾ എന്ത് ചെയ്യാണ്? ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും കോപ്പി കൊടുത്തയക്കാൻ. അതുകൊണ്ട് എന്ത് ചെയ്യാം? എല്ലാവരും ഈ മുഅത്ത് അനുസരിച്ച് അമൽ ചെയ്ത് ജീവിച്ചോട്ടെ. മാലിക് ഇമാം പറഞ്ഞു, അത് വേണോ? അത് വേണ്ട.
സ്വഹാബത്തൊക്കെ തഫറഖു, വിവിധ രാജ്യങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞില്ല. അവർക്ക് മനസ്സിലായ ഹദീസ് കൊണ്ട് അവരുടെ ദീൻ അവരുടെ നാടുകളിൽ സ്ഥാപിച്ചു കഴിഞ്ഞില്ലേ. ഇനി അവിടെ ചെന്നൊരു തിരുത്ത് നമ്മൾ ചെയ്യണോ? അവർ ദീനിലാണെങ്കിൽ എന്റെ അഭിപ്രായം തന്നെ അവർ ചെയ്യണമെന്ന് എന്തിനു നിർബന്ധിക്കണം? അത് ചെയ്യണ്ട എന്ന് ഇമാമുന മാലിക് റളിയല്ലാഹു അൻഹു ഇബ്ൻ അബ്ദുസ്സലാം റഹിമഹുല്ലാഹയോട് ചോദിച്ചു, ഈ നിൽക്കണോ നിൽക്കണ്ടേ? ദീൻ എന്ന് പറഞ്ഞ അച്ചടക്കം, ദീൻ എന്ന് പറഞ്ഞ അദബാണ്. ഇൽമും അഹ്കാമും ഒക്കെ അറിയുന്ന ഹദീസ് മനപ്പാടാക്കി, ഇതല്ല പ്രശ്നം. അതുകൊണ്ട് കിട്ടേണ്ടത് നമുക്ക് കിട്ടുന്നുണ്ടോ എന്നാണ് നമ്മുടെ ചർച്ച. 100 കിട്ടുന്നുണ്ടോ? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇബ്ൻ അബ്ദുസ്സലാം റഹിമഹുല്ല ഈ സംഭവം അവര് മാലിക്കി മദ്ഹബിന്റെ ഇമാമാണ്. ബഹുമാനപ്പെട്ടവരെ പറഞ്ഞു, ഈ ഹദീസ് സ്വഹീഹായ ഹദീസാണ്, എഴുന്നേൽക്കണ്ടാൻ. പക്ഷേ സ്വഹാബത്ത് എന്താ അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കിയത്? അങ്ങനെ ചിന്തിക്കുക. എന്താ സ്വഹാബത്ത് മനസ്സിലാക്കിയത്? അവർ പറയാൻ, ഒരു നാട്ടിലേക്ക് ചെന്നാൽ ആ നാട്ടുകാരുടെ ആദത്ത് ബഹുമാനിക്കാൻ എഴുന്നേൽക്കലാണെങ്കിൽ അവിടെ എഴുന്നേൽക്കണം. നമ്മുടെ നാട്ടിലൊക്കെ ഒരാൾ എഴുന്നേൽക്കാതിരുന്നാൽ അത് ബഹുമാനമാണോ? ബഹുമാനം ചെയ്യാതിരിക്കലാണോ? അത് ഇൻസൾട്ട് ചെയ്യുന്ന തുല്യാണ് അല്ലേ? കാലിനോ കയ്യിനോ എഴുന്നേൽക്കാൻ പറ്റാത്ത ആളുകൾ അങ്ങനെ ചെയ്യണം. പക്ഷേ ഒരു ബഹുമാനിക്കപ്പെടേണ്ട ഒരാൾ, ഒരു സയ്യിദ്, ഒരു വലിയ ആലിം, നമ്മളെ പഠിപ്പിച്ച ഒരു മുഅല്ലിം, അവർക്ക് വേണ്ടി, വാപ്പക്ക് വേണ്ടി, ഒരു മനുഷ്യൻ എത്ര വലുതായാലും സ്വന്തം വാപ്പ വീട്ടിലേക്ക് കയറി വരുമ്പോ ഇരിക്കുന്ന മനുഷ്യൻ എഴുന്നേൽക്കണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആളെ എത്ര വലിയ ആളായിക്കോട്ടെ, വാപ്പരെ ഏതോ നാടനാണ്, പക്ഷേ വാപ്പാക്ക് വേണ്ടി എഴുന്നേൽക്കണം എന്നാണ്. ഇബ്ൻ അബ്ദുസ്സലാം തങ്ങൾ പറയാം, ആ ഹദീസിന്റെ അർത്ഥം ഇത്രയാണ്. നാട്ടിലെ ആദത്ത് എന്താണോ അത് നിങ്ങൾ മാറ്റണ്ട. അവിടെ അങ്ങനെ എഴുന്നേൽക്കലാം മര്യാദ, അങ്ങനെ എഴുന്നേൽക്കാതിരിക്കലാണോ അച്ചടക്കം എന്ന് അങ്ങനെ ചെയ്തോട്ടെ. പക്ഷേ ഇഹ്തിറാം, ബഹുമാനം വേണം. ബഹുമാനം വേണം. ഇറാഖിൽ ഒരു വലിയ ആലിം ഉണ്ടായിരുന്നു, ഒരു മാലിക്കി മദ്ഹബിലെ തന്നെ ഒരു ആലിം, വലിയ ഫഖീഹ്. ആ രാജസദസ്സിലേക്ക് ഒരു ക്രിസ്ത്യാനിയായ ഒരു മിനിസ്റ്റർ കടന്നു വന്നു. ഒരു ക്രിസ്ത്യാനിയാണ്, ഈ അറബ് ക്രിസ്ത്യാനികൾ ഉണ്ടല്ലോ, കടന്നു വന്നു. ഈ ആലിം ഫഖീഹ്, വലിയ ഫഖീഹ്, അദ്ദേഹം എഴുന്നേറ്റു. അപ്പൊ കൂടുതലുള്ള ആലിമീങ്ങളൊക്കെ പോയപ്പോ, നിങ്ങൾ എന്ത് പണിയായി ചെയ്തത്? ഇയാൾ വന്നിട്ട് എഴുന്നേൽക്കേ, നിങ്ങൾ എന്താ ഇപ്പൊ എഴുന്നേറ്റ്? ക്രിസ്ത്യാനിയല്ലേ, ക്രിസ്ത്യാനികളൊക്കെ ബഹുമാനിക്കാൻ പാടുണ്ടോ? അവര് കുഫറിന്റെ ആളുകളല്ലേ, അവര് ഷിർക്കിന്റെ ആൾക്കാരല്ലേ, അവരെ ബഹുമാനിക്കാണോ? ഞാൻ പറഞ്ഞു, എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ പറയുന്നത്. പക്ഷേ മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചുള്ള ഇയാളുടെ കാഴ്ചപ്പാട് ഇവിടെ ഇരിക്കുന്ന മുസ്ലിമീങ്ങളിലാണ്. നമ്മൾ ബഹുമാനമുള്ളവരാണോ? പരസ്പരം റെസ്പെക്ട് ചെയ്യുന്നവരാണോ? ഇതര മതവിശ്വാസികളോട് നമുക്ക് റെസ്പെക്ട് ഉണ്ടോ ഇല്ലേ എന്ന് ഈ മനുഷ്യൻ വിധി എഴുതുക നമ്മളെ കണ്ടിട്ടാണ്. അതുകൊണ്ട് നമ്മുടെ ഒരു ചെയ്തി കൊണ്ട് ഇസ്ലാമിനെ സംബന്ധിച്ച് ഇയാൾ മോശം വിചാരിക്കേണ്ട, അതുകൊണ്ട് ഞാൻ എഴുന്നേറ്റതാണ്. ഇതാണ് ഫഹ്മ്, ഇതാണ് ഫിഖ്ഹ് എന്ന് പറയുന്നത്. ഇതാണ് ഫിഖ്ഹ്. എന്തെങ്കിലും ഹദീസ് കണ്ടിട്ട് അങ്ങോട്ട് നടപ്പാക്കുക. കാലിലൊക്കെ നിസ്കരിക്കുമ്പോ കാലിൽ വിരലും ചവിട്ടി കയറുന്ന ആൾക്കാരുണ്ട്. അവർ ഹദീസ് ഇപ്പൊ കണ്ടതാണ്. തോള് ചേർത്തി വെച്ച് എന്ത് ചെയ്യണം? സഫ് ശരിയാക്കണം. ഖദം ബിഖദമിൻ, കാല് കാലിനോട് ചേർത്തിട്ട് ഞങ്ങൾ സഫ് ശരിയാക്കിയിരുന്നു എന്നൊരു ഹദീസ്. ഇപ്പടുത്ത് ഫിഖ്ഹിന്റെ ഒരു ഗ്രന്ഥങ്ങളിലും അങ്ങനെ കാല് കാലിനോട് ചേർക്കുന്ന ഒരു ചർച്ച കാണുമോ? ലക്ഷക്കണക്കിന് ഹദീസ് കണ്ട ഫിഖ്ഹ അല്ലേ നമ്മുടെ മദ്ഹബിന്റെ ഇമാമുമാർ. ഇപ്പൊ ചവിട്ടിക്കയർ കാല് വലിച്ച ഒന്നുകൂടി നീങ്ങിട്ട് കാൽമ കയറിയിരിക്കുകയാണ്. എന്താ നിസ്കാരം ഫസാദാക്കാൻ? എന്തൊരടങ്ങാറാണ്. ആ ഹദീസ് റിപ്പോർട്ട് ചെയ്ത കുട്ടി 8 വയസ്സുള്ള സമയത്തെ സംഭവം പറഞ്ഞു. അയാൾക്ക് 8 വയസ്സുള്ളപ്പോ, കുട്ടിയായിരുന്നപ്പോ സഫ് ശരിയാക്കാൻ പറഞ്ഞപ്പോ ഞങ്ങൾ ഇങ്ങനെ കാലിങ്ങനെ ശരിയാക്കിയിരുന്നു. ഉലമാ പറയാ, 8 വയസ്സ് പ്രായമുള്ള ആ കുട്ടിയുടെ ആ അഭിപ്രായം ഒരു മസ്അലയിലേക്ക് എടുക്കാൻ മാത്രം പ്രബലമല്ല. കാരണം അത് കുട്ടി മനസ്സിലാക്കിയ രീതിയാണ് പറഞ്ഞത്. സ്വഹാബത്ത്, മുതിർന്ന ആളുകൾ എങ്ങനെയാ മനസ്സിലാക്കിയത്? കത്തിഫൻ ബികത്തിഫ്, തോള് തോളിനോട് ചേർത്ത് വെക്കണം എന്നാണ്. ഇപ്പണ് കണ്ടിട്ട് ഇതൊന്നും ഹദീസ് എന്താണ്, ഫുഖാക്കൾ എന്താണ് മനസ്സിലായി, ഇതൊന്നും പറയാതെ ഈ ഹദീസ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ആരും കാണാത്തതെന്ന് അവർ വിചാരിക്കുന്നത്. എന്നിട്ട് അങ്ങോട്ട് സമൂഹത്തിൽ ഒരു തരത്തിൽ അകൽച്ചയുണ്ടാക്കുക ചെയ്യരുത്. നൂറാണ്, അങ്ങേയധികം സ്നേഹത്തിലും അച്ചടക്കത്തിലും ബഹുമാനത്തിലും കഴിഞ്ഞുകൂടേണ്ട ഒരു സമൂഹമാണ് നമ്മൾ. നൂറുൻ അലാ നൂർ, അള്ളാഹുവിന്റെ പ്രകാശമാണ് ഈ ദീൻ. അത് ഫിത്നക്കുള്ളതല്ല. അത് അള്ളാഹുലേക്ക് നാം അടുപ്പിക്കാൻ സഹായകമാകും. അള്ളാഹുലേക്ക് അടുക്കാൻ നമ്മൾ എളുപ്പമാക്കണം. നമ്മുടെ ഹൃദയത്തിന് ലാളിത്യവും വിനയവും ഉണ്ടാക്കി തരണം. അതല്ലേ ഇൽമ്? അതല്ലേ ഇൽമ് എന്ന് പറയുന്നത്? അതാ ആ നൂറിനെ ഹിദായത്തിനെ സംബന്ധിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയം ഇങ്ങനെ വെട്ടിത്തിളങ്ങുന്ന പ്രകാശമാണ്, പ്രകാശമുള്ള ഹൃദയമാണ്. നൂറുൻ അലാ നൂർ, അല്ലാഹുവിന്റെ നൂർ ആ ഹൃദയത്തിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വന്നാൽ ആ ഹൃദയത്തിന് ഒരുപാട് മാറ്റങ്ങൾ വരാനുണ്ട്, ഒരുപാട് മാറ്റങ്ങൾ വരാനുണ്ട്. സ്വഹീഹായ ഹദീസിൽ ഖുദ്സിയായ ഹദീസ്, സ്വഹീഹ് ബുഖാരിക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസ്, ഇദാ തഖറബ ഇലയ്യ അബ്ദി മാ സാല അബ്ദി ബിൻ നവാഫിൽ യഖറബു ഹത്താ അകൂന ലഹു യദൻ വൽ അർജുല. സുബ്ഹാനല്ലാഹ്.
മുഅ്മിനായ മനുഷ്യൻ അല്ലാഹുവിലേക്ക് ഇങ്ങനെ അടുത്തടുത്ത് വന്ന് ഇബാദത്തുകൾ ചെയ്ത് അല്ലാഹുവിലേക്ക് അടുത്ത് ഹൃദയത്തിന് അല്ലാഹു നൂറാനിയത്ത് കൊടുക്കുമ്പോൾ ഫകുന്തു സംഅഹു അല്ലദീ യസ്മഉ ബിഹി, അവർ കേൾക്കുന്ന കാത് ഞാനാകും. അല്ലാഹു പറയാ. ആ വാക്കിന്റെ അർത്ഥം എന്താണ്? വസറഹു അല്ലദീ യുബ്സിറു ബിഹി, അവൻ കാണുന്ന കണ്ണ് ഞാനായിട്ട് മാറും. വയദഹു അല്ലതീ യബ്തിഷു ബിഹാ, അവൻ പിടിക്കുന്ന കൈ ഞാനാകും. വരിജുലഹു അല്ലതീ യംശി ബിഹാ, നടക്കുന്ന കാല് ഞാനാകും. ഈ ഹദീസൊക്കെ എന്താ ചർച്ച ചെയ്യപ്പെടാതിരിക്കുന്നത്? ഇതുകൊണ്ട് ചർച്ച ചെയ്യുമ്പോഴേക്കും ഇസ്ലാം എന്ന് പുറത്തു പോകോ? എന്താണ് ഈ പറയുന്നതിന്റെ അർത്ഥം? അല്ലാഹു തആല ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയത്തിന് നൂറ് കൊടുത്താൽ സാധാരണ കണ്ണുകൾക്ക് കാണാത്ത രീതിയിൽ അല്ലാഹു തആല മദദ് നൽകുന്നുണ്ട് എന്നല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതല്ലേ ഇതിനർത്ഥം? നമ്മുടെ കൈകൾ, നമ്മുടെ കാല്, നമ്മുടെ ശരീരത്തിന്റെ നമ്മുടെ സെൻസുകൾ, നമ്മുടെ സെൻസറി കപ്പാസിറ്റി അല്ലാഹു തആല വർദ്ധിപ്പിക്കും. അല്ലാഹുവിന് എളുപ്പമല്ലേ? യാ അല്ലാഹ്, ഇത് അല്ലാഹു തആല മുഅ്മിനീങ്ങൾക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ആ മനുഷ്യനോടല്ലേ, നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ കണ്ണിൽ വ്യഭിചാരവുമായി കടന്നു വരികയാണോ? അവഹിയൻ ബഅദ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായതിന്റെ ശേഷം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്ത് നിന്ന് വഹി വരുന്നുണ്ടോ? സഹാബി വരുമ്പോ അല്ലേ, റോട്ടിലൂടെ വരുമ്പോ ഒരു പെണ്ണിന്റെ കാലിലെ നെരിയാണിയുടെ ഭാഗത്തെ വസ്ത്രം ഒരു കാറ്റിലങ്ങ് പൊങ്ങിയപ്പോ കാലിലെ പാദസരം കണ്ടുപോയതാണ്. ഉടനെ കണ്ണു താഴ്ത്തി പോന്നിട്ടുണ്ട്. പക്ഷേ ശരീരത്തിന് എന്തോ ഒരു ആഗ്രഹം തോന്നി. അങ്ങനെ ഇൽമിന്റെ സദസ്സിലേക്ക് കയറി വരിക. വന്നിരുന്നപ്പോഴും തങ്ങൾ ചോദിക്കുക, കയറി വരുമ്പോ കണ്ണിൽ വ്യഭിചാരവുമായിട്ട് വരികയാണോ? പറഞ്ഞാൽ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് തൗബ ചെയ്ത് മടങ്ങാതെ എവിടെ? അങ്ങാടിയിൽ നടന്ന സംഭവം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സദസ്സിൽ വന്ന സ്വഹാബിയോട് പറയാം, മുത്തവാത്തിറാണ്, നിഷേധിക്കാൻ പറ്റൂലല്ലോ. ഈ ഹദീസിന്റെ അർത്ഥമല്ലേ ഈ പറയുന്നത്? കുന്തു സംഅ, അത് നൂറാനിയത്താണ്, പ്രകാശമാണ്. അല്ലാഹുവിന്റെ ഔലിയാഇന്റെയും അഖ്താബുകളുടെയും അല്ലാഹു ഇഷ്ടപ്പെട്ട അല്ലാഹുവിന്റെ സ്വാലിഹീങ്ങളുടെയും ജീവിതത്തിൽ ഇതൊരുപാട് കാണാൻ കഴിയും. ഇത് നൂറാണ്. എന്താണ് ഈ നൂറ്? എന്താണ് നമ്മുടെ പ്രകാശലോകം? ഏതാണ് നമ്മുടെ ഭൗതിക ലോകത്തിന്റെ പരിധികൾ? എന്തൊക്കെയാണ്? ഇത് മനസ്സിലാകുമ്പോ ശരിക്കും ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച നമ്മൾ ക്ലാസ് വരുമ്പോ നമ്മുടെ പ്രൊജക്ടർ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റിയാൽ ചിലക്ക് നമ്മൾ എന്തുകൊണ്ട് അള്ളാഹിനെ കാണാൻ പറ്റുന്നില്ല അല്ലെ? അള്ളാഹുവിനെ എനിക്ക് കാണണം എന്ന് പറയുന്നത് ഏറ്റവും വലിയ അച്ചടക്കക്കേടുള്ള ഒരു ചോദ്യമാണ്. എനിക്ക് അള്ളാഹിനോട് കാണണം. എങ്ങനെ ഇപ്പൊ അങ്ങനെ മോശാവുക? ഈ കാണുന്ന ലോകം എന്ന് പറയുന്ന നമ്മുടെ ഈ ലോകം എന്താണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു കുറച്ച് 700 സ്ലൈഡുകളുണ്ട്. ഞാൻ അതിലൊരു കുറച്ചൊരു 10-15-20 നമുക്ക് അങ്ങനെ ഒന്ന് മെല്ലെ ഒന്ന് ഓടിച്ചു പോകണം, കാണാൻ പറ്റുന്ന ഒരു രീതിയിലൊക്കെ ആണെങ്കിൽ നമ്മുടെ ഈ ലോകത്ത് എവിടെയാണ് നമ്മൾ നിലകൊള്ളുന്നത് എന്ന് മനസ്സിലാവും. ഇനിയാണ് ആ ലോകത്തേക്ക് അള്ളാഹുവിന്റെ നൂറങ്ങട്ട് കടത്തിവിടുമ്പോ മുഅ്മിനായ മനുഷ്യനിൽ വരുന്ന മാറ്റങ്ങൾ. ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു മദീനയിലെ മസ്ജിദുൻ നബവിയിലെ പള്ളിയിൽ നിന്ന് ഖുത്ബയോതുമ്പോൾ യാ സാരിയ അൽ ജബൽ അൽ ജബൽ, സാരിയ പർവതം, ആ പർവതം. സാരി റളിയല്ലാഹു അൻഹു സദസ്സിൽ മുത്തവാത്തിറായ സംഭവമല്ലേ? മുത്തവാത്തിർ എന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ കഴിയാത്ത വിധം ഒരു ജനറേഷൻ ഒന്നാകെ ട്രാൻസ്മിറ്റ് ചെയ്ത ട്രഡീഷൻ എന്നാണ് അതിന്റെ അർത്ഥം. നിഷേധിക്കാൻ പറ്റില്ല. സാരി റളിയല്ലാഹു അൻഹു നഹാവന്തിലാണ്. നഹാവന്ത് അത് പേർഷ്യയുടെ ഭാഗമാണ്. അവിടെ കിടക്കുന്ന സാരി റളിയല്ലാഹു അൻഹുവിനെ ഉമർ തങ്ങൾ മദീനത്തെ മിമ്പറിൽ നിന്ന് വിളിക്കാൻ, യാ സാരിയ, ജുമുഅ നേരം, അൽ ജബൽ അൽ ജബൽ, ആ പർവതം, ആ പർവതം. വമിൻ വഇസ്മാഉ ഉമർ വസമാഉ സാരിയ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ സാരി റളിയല്ലാഹു അൻഹു കേട്ടതും ആ വിവരം ഉമർ റളിയല്ലാഹു അൻഹു അറിഞ്ഞതും മിൻ ജുംലത്തിൽ ഖറാമാത്ത്, അല്ലാഹു ഈ മഹാന്മാർക്ക് നൽകിയ അത്ഭുതകരമായ അല്ലാഹുവിന്റെ ഫൈലുകളിൽ പെട്ടതാണെന്ന് മഹാന്മാരായ ഉലമാ രേഖപ്പെടുത്തി. എന്താ? എത്രയോ കിലോമീറ്റർ അപ്പുറത്ത് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്നു. ഉമർ ഫാറൂഖ് തങ്ങളെ, നിങ്ങൾ ആ പറഞ്ഞ വിവരം ഞങ്ങൾക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ നഹാവന്ത് യുദ്ധം തോറ്റേനെ. എന്താ? ഒരു പർവ്വതത്തിന്റെ പിന്നിലാണ്. ഉമർ തങ്ങൾ പറയാണ്, ആ പർവ്വതത്തിന്റെ പിറകിൽ നിന്ന് സൈന്യം വരുന്നുണ്ട്, ഒരു നിങ്ങളുടെ ബറ്റാലിയനെ പർവ്വതത്തിന്റെ മുകളിലേക്ക് പറഞ്ഞയക്കണം. അങ്ങനെ സാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ സൈന്യത്തെ പറഞ്ഞയച്ചു. നോക്കുമ്പോ ശത്രുക്കൾ ആക്രമിക്കാൻ വേണ്ടി വരികയാണ്. അവരെ കീഴ്പ്പെടുത്തി നഹാവന്ത് യുദ്ധം മുസ്ലിങ്ങൾക്ക് വിജയം കിട്ടി. ചരിത്രം പരിശോധിക്കുക. എങ്ങനെ വിജയിക്കാൻ കാരണം?
മദീനത്ത് നോക്കിയിട്ട് എങ്ങനെ കണ്ടത്? ഇപ്പൊ നമുക്ക് ഡിവൈസുകളിലെ കണ്ണ് നമ്മുടെ മുമ്പിൽ, നമ്മുടെ മൊബൈലുകൾ നോക്കിക്കാണാൻ പറ്റുന്ന 3Dയും 4Dയും ഒക്കെ ആയിട്ട് എന്തൊക്കെ സംവിധാനങ്ങളാണ്. ഇതൊക്കെ അല്ലാഹു തആല അല്ലാഹുവിന്റെ നൂറാനിയത്ത് കിട്ടിയ ആളുകൾക്ക് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു ഹബീബായ നബി തങ്ങൾ പറയുന്നത് എന്താ? ഉമറേ, നിങ്ങൾ ഒരു വഴിയിലൂടെ വരുമ്പോ ആ വഴിക്ക് പിശാചും വരുന്നുണ്ടെങ്കിൽ ലസലക ശൈത്വാനു ഫജ്ജൻ ഗൈറ ഫജ്ജിക യാ ഉമർ, നിങ്ങൾ വരുന്ന വഴിക്ക് പിശാച് വരൂല. പിശാച് ബൈപ്പാസിന് പോയി പോകും, നിങ്ങളുടെ മുമ്പിലേക്ക് പിശാച് വരൂല. പിശാച് വേറെ വഴിക്ക് പോകും. ആരോട്? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അങ്ങനത്തെ കൽബിന് അല്ലാഹു നൂറാനിയത്ത് കൊടുത്തപ്പോ കണ്ടതാണ് സാരി റളിയല്ലാഹു അൻഹു. അതുകൊണ്ടൊന്നും ഇസ്ലാം പുറത്തു പോകുമോ? ഇങ്ങനെ ചരിത്ര സംഭവം ഉണ്ടതിന്റെ പേര് ഇസ്ലാമിൽ എങ്ങനെ പുറത്തു പോവുക? ഈ വിഷയം മനസ്സിലാക്കിയത് കൊണ്ട് എങ്ങനെ ഇസ്ലാം എന്ന് പുറത്തു പോകും? നമ്മൾ എന്താണ് ഈ പറയുന്നത്? എന്താണ് ഈ ശിർക്കും കുഫറും എന്ന് പറയുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട? എന്തെങ്കിലും പറയാണോ? ശരീഅത്തിൽ അറിയപ്പെട്ട വിഷയങ്ങൾ, മുതവാത്തിറായി വന്ന സംഭവങ്ങൾ നമ്മളോട് നിഷേധിച്ചാൽ, കണ്ണടച്ചാൽ ഇരുട്ടായി നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ദീൻ എന്നത് ബുദ്ധിയല്ല, അഖ്ലല്ല, ഖൽബാണ്. ഖൽബ് കൊണ്ട് ചിന്തിക്കാൻ പറ്റാത്തവർക്ക് ഈ ദീൻ മനസ്സിലാക്കാൻ കഴിയില്ല. ഇത് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കേണ്ടതല്ല, ഇത് ഖൽബ് കൊണ്ട് മനസ്സിലാക്കേണ്ടതാണ് ദീൻ, അല്ലേ? സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം ഫലസ്തീനിലാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ആസ്ഥാനം ഫലസ്തീനാണ്. അന്ന് ബൈത്തുൽ മുഖദ്ദസ്, ജൂതന്മാർ ഇന്നതിനെ വിളിക്കുന്നത് ടെമ്പിൾ ഓഫ് സോളമൻ. സോളമൻ എന്ന് പറയുന്നത് സുലൈമാൻ അലൈഹിസ്സലാം, അവരുടെ ദേവാലയം എന്നർത്ഥത്തിൽ. ടെമ്പിൾ എന്ന് പറഞ്ഞ നാട്ടിലൊക്കെ എന്താ പറയാ? ക്ഷേത്രം. ഇംഗ്ലീഷിലൊക്കെ ടെമ്പിൾ ഓഫ് സോളമൻ എന്ന് അടിച്ചാൽ കിട്ടുന്നത് എന്താ? മസ്ജിദുൽ അഖ്സയുടെ ഫോട്ടോ വരിക. മസ്ജിദുൽ അഖ്സ, അവിടെയാണ് സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ആസ്ഥാനം. സബയിലെ ബിൽഖീസ് രാജ്ഞി സൂറത്തുൻ നംലിൽ പറയുന്ന അല്ലാഹു പറയുന്ന സംഭവം എവിടെയാണ്? യമനിലാണ്. യമനിൽ നിന്ന് കൊണ്ടുവരണം ബിൽഖീസ് രാജ്ഞിയുടെ കൊട്ടാരം. യമൻ എവിടെ കിടക്കുന്ന? ഫലസ്തീൻ എവിടെ കിടക്കുന്ന? അറേബ്യൻ പെനിൻസുല മാപ്പ് അങ്ങോട്ട് നോക്കിയാൽ യമൻ ഇങ്ങ് എക്സ്ട്രീം സൗത്ത് ഈസ്റ്റിലാണ്. സൗത്ത് ഈസ്റ്റിലാണ് യമൻ കിടക്കുന്നത്. ഫലസ്തീൻ കിടക്കുന്നത് നോർത്ത് വെസ്റ്റിലാണ്. എത്ര കിലോമീറ്റർ? മിനിമം 3000 കിലോമീറ്ററിന്റെ മുകളിൽ വരും. യാ അല്ലാഹ്, അത് കൊണ്ടുപോകണം. സബ രാജ്ഞിയുടെ കൊട്ടാരം. അയ്യുക്കും യഅതീനി ബിഅർശിഹാ ഖബ്ല അൻ യഅതൂനി മുസ്ലിമീൻ. ആരാ കൊണ്ടുവരാ? ഇഫ്രീത്ത് എന്ന ജിന്ന് പറഞ്ഞു, ഞാൻ കൊണ്ടുവരാം. 1 മണിക്കൂറിന്റെ ഉള്ളിൽ പോരാ. ഖബ്ല അൻ തഖൂമ മിൻ മഖാമിക് പോരാ. وقال الذي عنده علم من الكتاب أنا آتيك به قبل أن يرتد إليك طرفك. നിങ്ങൾ കണ്ണ് ചിമ്മിന് മുമ്പ് ഞാൻ കൊണ്ടുവരും. Within a blink of an eye. എങ്ങനെയാ സങ്കല്പം? ഇൻഷാ അല്ലാഹ് അടുത്ത ഒരു മോഡേൺ സയൻസിന്റെ കണ്ടുപിടുത്തം ഈ മാറ്ററുകൾ ഇങ്ങനെ ഹൈ സ്പീഡിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സംഭവത്തെ കുറിച്ചായിരിക്കും. ഖുർആനിന്റെ ഈ സംഭവങ്ങളൊക്കെ നമുക്ക് ഇന്ന് മനസ്സിലാവാത്ത അടുത്ത തലമുറക്ക് തെളിയാൻ പോകുന്ന ഹഖീഖത്തുകളാണ്. നമുക്കിപ്പോഴും ഈമാനിന്റെ നൂറ് കൊണ്ട് നമ്മൾ വിശ്വസിച്ചു, ആമന്നാ വസദ്ദഖ്നാ. പക്ഷേ അതിന്റെ ഭൗതികവാദികൾക്ക് മനസ്സിലാക്കാനുള്ള സംവിധാനങ്ങൾ അല്ലാഹു ആ സമയങ്ങളിൽ അല്ലാഹു ബുദ്ധിപ്പെടുത്തി കൊടുത്തു. ആ കൊട്ടാരം കൊണ്ടുവന്നത് ആരാണ്? ആ സഫഫ് ബിൻ ബർഖിയ റളിയല്ലാഹു അൻഹു, വലിയുൻ മിൻ ഔലിയാഇല്ലാ. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കൊട്ടാരത്തിൽ അന്ന് ഫലസ്തീനിൽ ഈലിയായിൽ താമസിക്കുന്ന അല്ലാഹുവിന്റെ സാത്വികരായ ഔലിയായിൽപ്പെട്ട ഒരാൾ ആ സഫഫ് ബിൻ ബർഖിയ എന്തെങ്കിലും ചെയ്തോ? ആ ഇരിക്കുന്ന കണ്ണ് ചിമ്മി തുറന്നപ്പോ കൊട്ടാരം ഫലമ്മാ റആഹു മുസ്തഖിറൻ ഇൻദ, ആ കൊട്ടാരം മുമ്പിൽ അങ്ങ് വന്നു നിൽക്കുമ്പോ ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതെന്റെ റബ്ബ് എനിക്ക് ചെയ്തെന്ന ഔദാര്യമാണെന്ന് ആ മനുഷ്യൻ പറഞ്ഞു. പരിശുദ്ധ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ. യാ അല്ലാഹ്, ഇതൊരു ഹദീസാണെങ്കിൽ പറയൂലേ ഇത് ദഈഫാണെന്ന്. കൊട്ടാരം കൊണ്ടരെ കണ്ണിന്റെ ഉള്ളിലോ യമനെന്നോ ആരെങ്കിലും പറ്റിക്കണത്? ഖുർആനല്ലേ പറയുന്നത്. നമ്മൾ ചിന്തിക്കണ്ടേ? ഖുർആൻ എല്ലാ ചരിത്രം പറഞ്ഞുതരാൻ പറ്റുമോ? 1,24,000 അമ്പിയാക്കന്മാർ വന്നുപോയ ലോകമാണിത്. അവരുടെയൊക്കെ പേര് മാത്രം ഖുർആൻ പറഞ്ഞ ഖുർആൻ അപ്പൊ തന്നെ നിറഞ്ഞു, അല്ലേ? അല്ലാഹു 25 പേരെ പറഞ്ഞു. അതിൽ ചില കുറച്ച് ചരിത്രങ്ങളെ പറഞ്ഞു. ബാക്കിയൊക്കെ മുഅ്മിനീൻ അലാ ഖദ്രി ഈമാനിഹി, ഒരു മനുഷ്യന്റെ ഈമാനിന്റെ തോതനുസരിച്ച് അല്ലാഹു മനസ്സിലാക്കി കൊടുക്കും. അപ്പോ ഇത് നൂറാണ്. ഈ നൂറ് കൊണ്ട് മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിൽ വ്യത്യാസം വരുന്നുണ്ട്. ആ പ്രകാശം കൊണ്ട് കൂടുമ്പോ അല്ലാഹു തആല അത്ഭുതം. പക്ഷേ അത്തരം അത്ഭുതങ്ങളും അല്ലാഹു നൽകുന്ന നൂറാനിയത്തിന്റെ ശോഭയും കുറഞ്ഞു വരുന്ന ലോകമാണ്. എന്തുകൊണ്ട്? ബികസ്റത്തിൽ മആസി, തെറ്റുകൾ വല്ലാതെ കൂടിയ ലോകമാണ്. എന്നാലും അല്ലാഹുവിന്റെ ആലിമീങ്ങൾ, അല്ലാഹുവിന്റെ ദീനിന്റെ മഅരിഫത്തുൽ ആരിഫീങ്ങൾ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടെന്നാണ്. അല്ലാഹു എക്കാലവും ഉണ്ടാക്കും. അല്ലാഹു അവരുടെയൊക്കെ ഫൈദിലും കനഫിലും അല്ലാഹു നമുക്ക് ഈമാനും യഖീനും വർദ്ധിപ്പിച്ച് നൽകുമാറാകട്ടെ. അപ്പോ നൂറുൻ അലാ നൂർ, അല്ലാഹുവിന്റെ നൂർ അങ്ങോട്ട് വന്നാൽ പിന്നെ അത്ഭുതങ്ങളാണ്.
പിന്നെ അത്ഭുതങ്ങൾ അങ്ങോട്ടാണ് എത്തുക. നമ്മളുടെ ഈമാന്റെ ലെവൽ എവിടെയാണ്, നമ്മളിപ്പോ എവിടെ നിൽക്കുന്നു, നമ്മൾ എങ്ങോട്ട് പോകണം. അപ്പൊ നമ്മൾ വലിയൊരു യാത്രയിലാണ്. നമ്മളിപ്പോ 5 വക്ത് നിസ്കരിക്കുമ്പോൾ അൽഹംദുലില്ലാഹ് ഞാൻ 5 വക്ത് നിസ്കരിച്ചു എന്ന് സമാധാനിച്ചിരിക്കുകയാണ്. അതാണോ? അവിടെ നിർത്താനായോ? സുന്നത്ത് നോമ്പ് അൽഹംദുലില്ലാഹ് ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം സുന്നത്ത് നോമ്പ് എടുക്കുന്നുണ്ടല്ലോ, അവിടെ നിർത്താനായോ? നമ്മൾ ആലോചിക്കണം നമ്മുടെ അമലുകൾ എവിടെയാണ്. ദുനിയാവിൽ നമ്മൾ അധ്വാനിക്കുന്ന അധ്വാനത്തിന്റെ പകുതിയുടെ പകുതി ആഖിറത്തിന് വേണ്ടി നമ്മൾ അധ്വാനിച്ചിട്ടുണ്ടെങ്കിൽ ഈ 100 നമ്മുടെ ഹൃദയത്തിൽ എമ്പാടും കടന്നു വന്നേനെ. യാ അല്ലാഹ്, നമ്മൾ ദുനിയാവിനെടുക്കുന്ന ടെൻഷനല്ലേ, നമ്മുടെ ജോലിക്ക്, നമ്മുടെ കച്ചവടത്തിന് നമ്മൾ അനുഭവിക്കുന്ന പ്രയാസം, എന്റെ മരണത്തിന് ശേഷമുള്ള ഹഖീഖത്തായ അല്ലേ വരാൻ പോകുന്ന യാഥാർത്ഥ്യമെന്ന ആ മരണത്തിലേക്ക് ഞാൻ ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ എത്ര നൂറ് നമുക്ക് കിട്ടും. വഖാലൽ ഇൽമു നൂറുല്ലാഹി ഹഖ്ഖാ, അല്ലാഹുവിന്റെ നൂറാൻ, വനൂറുല്ലാഹി ലാ യുഅതാ ലിആസി, തെറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് കൊടുക്കൂല എന്ന് പരിശുദ്ധ ദീനിൽ മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിനോട് അവരുടെ ഉസ്താദ് വഖീ എന്നവർ പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ അല്ലാഹുവിന്റെ നൂറ് കിട്ടാൻ വേണ്ടി ദ്വാരക്കുക. ഇൽമു വേണം, ഇൽമു നൂറാക്കി തരണം. ഇൽമു കുറേ പഠിച്ചുകൊണ്ട് ഇബ്ലീസ് ഭയങ്കര ആലിമല്ലേ, ഇബ്ലീസ് ഭയങ്കര ആലിമ. സ്വഹീഹ് ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസല്ലേ ആയത്തുൽ കുർസിക്ക് ശ്രേഷ്ഠതയുണ്ട് എന്ന് പറഞ്ഞ സംഭവം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് മനസ്സിലാക്കി കൊടുത്തത് അല്ലേ. അന്ന് റമദാനിൽ സകാത്ത് കൊടുക്കാൻ വേണ്ടി സൂക്ഷിച്ചു വെച്ച സമ്പത്ത് മോഷ്ടിക്കാൻ വന്ന 3 രാത്രികളിൽ വന്ന ഒരു മനുഷ്യനെ പിടിച്ചു വെച്ചു. ഓരോ രാത്രി കഴിയുമ്പോൾ നബി തങ്ങൾ ചോദിച്ചു, മാ ഫഅല അസീറുക യാ അബൂ ഹുറൈറ, അബൂ ഹുറൈറ ഇന്നലെ നിങ്ങൾ ഒരാളെ പിടിച്ചു വെച്ചില്ലേ, എന്തായി? സകാത്തിന്റെ മുതൽ ചാക്ക് കൊണ്ടുവന്ന് വാരി കൊണ്ടുപോവുക. അബൂ ഹുറൈറ തങ്ങളാണ് കാവൽ, കൈയിന് പിടിച്ചു, മാപ്പാക്കി തരണം, എന്നെ ഒന്ന് വിട്ടരണം. ഫഖീറുൻ ദൂ അയാൽ, ഒരുപാട് മക്കളുള്ള ഫഖീറായ മനുഷ്യനാ ഞാൻ, തിന്നാൻ വേണ്ടി കൊണ്ടുപോവാണ്. അബൂ ഹുറൈറ തങ്ങൾ ഭയങ്കര അലിവാണ്, മനസ്സിന് റഹ്മത്താണ്, പൊയ്ക്കോ എന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്നലെ പിടിച്ച ആളുണ്ടല്ലോ, എന്തായിരുന്നു സംഭവം? തങ്ങൾ അതറിഞ്ഞു. അവർക്ക് അത്ഭുതമല്ല, കാരണം അല്ലാഹു തആല ഹബീബായ നബി തങ്ങൾക്ക് ചില വിഷയങ്ങൾ അറിയിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് സമയങ്ങൾ ഇത് സ്വഹാബത്ത് അനുഭവിച്ചിട്ടുണ്ട്. തങ്ങൾ പറഞ്ഞു, വഇന്നഹു സയഊദ്, അവൻ തിരിച്ചു വരും കേട്ടോ. അബൂ ഹുറൈറ തങ്ങൾ പറയാ, ഇതേ ഹദീസിൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തു, ഞാൻ ഉറപ്പിച്ചു, നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ അവൻ തിരിച്ചു വരുന്നു. വരുന്നന്നെ കാത്തിരിക്കാണ്, രാത്രി ഇങ്ങനെ ഗാർഡായിട്ട് ഇങ്ങനെ കാത്തിരിക്കാണ്. അപ്പോൾ ഇയാൾ രാത്രി വന്നു, പിടിച്ചു, അന്നും പിടിച്ചു. ഞാൻ ഇന്ന് എന്തായാലും അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് തന്നെ കൊണ്ടുപോവാണ്. ഈ മോഷണം 2ാമത്തെ ദിവസത്തിലാണ് ഈ തുടരുന്നത്. എന്നെ പിടിക്കല്ലേ, ഞാൻ സാധുവാണ്, പാവാണ്, എനിക്ക് ഒരുപാട് മക്കളുണ്ട്. അബൂ ഹുറൈറ തങ്ങൾ പാവാണ്, എന്നാ പോയിക്കോ എന്ന് പറഞ്ഞു വിട്ടു. തങ്ങൾ പിന്നെയും പറഞ്ഞു, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലത്തെ സംഭവം? വഇന്നഹു സയഊദ്, അവൻ തിരിച്ചു വരും കേട്ടോ എന്ന് പറഞ്ഞു. 3ാമത്തെ ദിവസം വന്ന് പിടിച്ചു വെച്ചു, ഞാൻ കൊണ്ടുപോകുന്നു ഉറപ്പിച്ചു. അപ്പൊ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് നല്ല ഉപകാരം കിട്ടുന്ന ഒരു ദിക്ർ പറഞ്ഞുതരാ, അങ്ങനെയാണെങ്കിൽ ഞാൻ വിട്ടുതരാം. യാ അല്ലാഹ്, ഇൽമു കിട്ടുകയാണോ? എന്നാ പിന്നെ എനിക്ക് വിഷയമല്ല. നിങ്ങൾ കടന്നുറങ്ങാൻ പോകുമ്പോ ഇദാ അതൈത ഫിറാശക്, കടന്നുറങ്ങാൻ ചെന്നാൽ ഫഖറ ആയത്തുൽ കുർസി, ആയത്തുൽ കുർസി ഓദിക്കോ. ലാ യഅതീക ശൈത്താനൻ വലാ ജാൻ, ഒരു ജിന്നും ഒരു ശൈത്താനും നിങ്ങളെ ഉപദ്രവിക്കാൻ വരൂല, അത് നിങ്ങൾക്ക് ഹിഫ്ളാണ്. അതുകൊണ്ട് ആയത്തുൽ കുർസി ഓതി കടന്നുകൊണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. നീ വരുമോ? ഇല്ല, ഞാൻ ഇനി വരൂല എന്ന് പറഞ്ഞു പോവാണ്. അബൂ ഹുറൈറ തങ്ങൾ ഇൽമു പഠിപ്പിച്ചെന്നുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല, പോയിക്കോ എന്ന് പറഞ്ഞു. നബി തങ്ങളോട് ചെന്ന് ചോദിച്ചു, നബിയെ എങ്ങനെയൊക്കെയാണ്? അബൂ ഹുറൈറ, അമാ ഇന്നഹു ലകദൂബ് വഖദ് സദഖ, ആ പറഞ്ഞ വിഷയം സത്യമാണ്, പക്ഷെ ആള് ഭയങ്കര നുണ പറയുന്ന ആളാണ്. അവൻ നുണയനാണ്, ഖദൂബാണ്, പക്ഷേ സദഖ, ആ പറഞ്ഞ വിഷയം സത്യമാണ്. അബൂ ഹുറൈറ ആരായിരുന്നു? അതദ്രി മൻ തുഖാതിബ് മുൻദു 3 ലയാൽ, 3 രാത്രിയായി നിങ്ങൾ ഈ വർത്താനം പറഞ്ഞു പോയത് ഈ മനുഷ്യൻ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇല്ല നബി, എനിക്ക് മനസ്സിലായില്ല. അമാ ദാക ശൈത്താൻ, ശൈത്താനായിരുന്നു ആ വന്ന പറഞ്ഞത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദീസ് എവിടെയാണ്? സ്വഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസാണ്. എന്താ ഇബ്ലീസിന്റെ കയ്യിൽ ഭയങ്കര ഇൽമല്ലേ, പക്ഷേ നൂറ് കിട്ടിയിട്ടില്ല. അഹങ്കാരം ഉണ്ടായിരുന്നു. അത് ലെവലേഷ് അല്ലാഹുക്ക് വേണ്ട, അള്ളാഹ്ക്ക് അത് ഇഷ്ടമല്ല. ഇത് നൂറായിട്ട് കിട്ടണം. അതിനെ ചിന്തിക്കുക, ഒരുപാട് മനസ്സിലാക്കേണ്ട വിഷയങ്ങളാണ്. അല്ലാഹു തആല നമുക്ക് ഫഹ്മ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഉമ്മാനെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണ്ടേ? നിൽക്കണം. പക്ഷെ വാപ്പയാണ്, ഉമ്മ വരെ തന്നെ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് വാപ്പയുടെ വിഷയം, വാപ്പ ജോലിക്ക് പോകുന്ന ആൾക്കാരല്ലേ, പുറത്തു പോയിട്ട് അകത്ത് വരാനുള്ള സാധ്യത വാപ്പാക്കാണ്. ഉമ്മ അടുക്കളയിൽ തന്നെയല്ലേ? അല്ല, ഉമ്മ ജോലിക്ക് പോയി വരികയാണെങ്കിൽ നിൽച്ചോളി. ഉമ്മ
പുറക്കന്നെ ഉണ്ടാവുമല്ലോ എന്നുള്ള അലക്ക തങ്ങളാ പറയണത്. അങ്ങനെയാണ് ഇസ്ലാമിന്റെ സംസ്കാരം, അതാണ്. അപ്പോ ഉമ്മ അകത്തുണ്ടാവുമ്പോ ഇങ്ങനെ എഴുന്നേറ്റിക്കണ്ട, ഇരിക്കാൻ പറ്റുമോ? അങ്ങനെ വാപ്പാനെ കാണുമ്പോ എഴുന്നേൽക്കാം, സലാം പറയാം, അത് കഴിഞ്ഞിട്ട് ഇരുന്നോളി, കുഴപ്പമില്ല. പക്ഷെ മകൻ എത്ര വലുതായാലും വാപ്പ വാപ്പയാണെന്ന്, ആ വാപ്പാക്ക് വേണ്ടി എഴുന്നേൽക്കാതിരിക്കാൻ ഒരു എക്സ്ക്യൂസും ഒരു മനുഷ്യനില്ല. എണീക്കാൻ പറ്റാത്ത ആളാണെങ്കിൽ അതിനെ പറ്റില്ല, പാരലൈസ് ആയി കിടക്കാൻ അതിനെ പറ്റില്ല പറഞ്ഞു. പിന്നെ ചെറിയ കുട്ടികൾ മരിച്ചാൽ സ്വർഗത്തിലാണെന്ന് പറയുന്നു. അമുസ്ലിമിന്റെ കുട്ടിയും അവിടെ വിധി എന്താണ്? അമുസ്ലിമിന്റെ കുട്ടികളാണെങ്കിൽ പോലും പ്രബലമായ അഭിപ്രായത്തിൽ ഒരു മുക്കല്ലഫീങ്ങളായിട്ടില്ലല്ലോ, തക്ലീഫിന്റെ പ്രായത്തിൽ എത്താതെ മരിക്കുന്ന കുട്ടികൾ സ്വർഗത്തിലാണെന്നാണ് പ്രബലമായ അഭിപ്രായം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു യുകാഫി വമസീദഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. റഹ്മർ റഹീമായ മലിക്കുൽ ജബ്ബാറായ തമ്പുരാനെ, നിന്റെ നൂറ് ഞങ്ങൾക്ക് നൽകണേ റബ്ബേ, നിന്റെ ഇൽമിന്റെ നൂറ് നൽകണേ റബ്ബേ, നിന്റെ മഅരിഫത്തിന്റെ പ്രകാശം നൽകണേ.